അമ്മച്ചി എന്തോ ഇന്നപ്പോൾ നമുക്കൊരു ഇലയട ഉണ്ടാക്കാം. ഞാനിത് അമ്മച്ചി എടുത്ത് വെച്ചേക്കുന്ന കണ്ടോണ്ട് പറഞ്ഞതാ അല്ലേ? ഇലയട, ആവിയിൽ പുഴുങ്ങിയ ഇലയട. ഇലയടയ്ക്ക് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഇലയടയ്ക്ക് ചേർക്കുന്നത് തേങ്ങായ, പിന്നെ ഏലക്കായ, ജീരകം, ശർക്കര. ഇത്രയും കൂട്ടാം. അത്രയും മതി. മാവും ഇലയൊന്നും വേണ്ട. അത് വേണം, ചേർക്കുന്ന വിവരമാണ് പറഞ്ഞത്. അരിപ്പൊടി വാട്ടിക്കുഴയ്ക്കുക, ചൂടുവെള്ളത്തിൽ വാട്ടിക്കുഴച്ച് ഉപ്പ് ചേർത്ത് വാട്ടിക്കുഴയ്ക്കുക. എന്നിട്ട് ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇത് ചേർക്കണം. ഇതെല്ലാം പൊടിച്ച് വെച്ചിരിക്കുന്നതാണത്. ഇനി അത് മിക്സ് ചെയ്തെടുക്കണം. ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണം. ഇത് ജീരകം പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്. ഏലക്ക ഒരു 4-5 ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന ശർക്കരയുടെ തൂക്കം പറയാൻ അങ്ങനെ ഇല്ല. ഈ തേങ്ങയുടെ നമ്മളിപ്പം എന്തോരം മാവിനുള്ള അട ഉണ്ടാക്കുന്നത്? ഇതൊരു 10-200 ഗ്രാം വരുമായിരിക്കും. ഒരു ഉദ്ദേശം കണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തന്നേ ഉള്ളൂ. കൃത്യം തൂക്കി നോക്കിയില്ല. പിന്നെ ഒരളവ് അങ്ങനെ പറഞ്ഞു, കൈയളവ് എന്നൊക്കെ പറഞ്ഞ പോലെ. അതെ, ഇടുന്നു. ഇലയടയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. അതെ, എങ്കിലും ഒന്നുണ്ടാക്കുക, നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക. അതെ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം നമുക്ക് ഇത് പരത്താം. ഇതിങ്ങോട്ട് മാറ്റി വെക്കുന്നു. കുറച്ചൊക്കെ എടുത്ത് തിന്നുന്നതിന് കുഴപ്പമില്ല. ഇതിനകത്ത് പരത്താൻ ഉള്ളത് വെക്കണേ. ആയിക്കോട്ടെ. ഇത് വേണേൽ നമുക്കിങ്ങനെ ഓട്ടടയായിട്ടും ഉണ്ടാക്കാം. കാരണം വേറെ ദോശക്കല്ലിലോ വറചട്ടിക്കകത്തൊക്കെയാണ് പണ്ട്. ആ ചട്ടി ഇതിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അത് ഇതുപോലെ വെച്ചിട്ട് അടുപ്പേ വെച്ച് ഉണ്ടാക്കും. പക്ഷേ ഇലയൊക്കെ ലേശം കരിഞ്ഞ് നല്ല ഒരു ഇതായിട്ടിരിക്കും. അതുതന്നെ ഒരു പ്രത്യേക രുചിയാണ്. പല സൈസ് അടകളുണ്ട്. അതെ, ഇലയട. ഇതിപ്പോൾ എല്ലാം നല്ലപോലെ നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കി ആവിയിലേക്ക് വെക്കാം. ഇനി അടച്ചു. അടുത്തത് വെക്കുമ്പോഴത്തേക്ക് അതൊന്ന് വാടിക്കോട്ടെ. ഇപ്പം ഇത് ഈ ഉരുള ചെറുതാക്കിയും വേണേൽ എടുക്കാം, വലുതാക്കിയും വേണേൽ എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം. അത് വലിപ്പം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പിന്നെ വാഴയില ഇങ്ങനെ പലഹാരങ്ങൾക്ക് ഏത് വാഴയില എടുക്കേണ്ടത്? സാധാരണ ഞാലിപ്പൂവനാണ് നല്ലത്, പക്ഷേ ഏത് ഉപയോഗിക്കാം. അതിൽ വിടുന്നോ എല്ലാം കൂടെ? ഒന്ന് വയ്ക്കേ. മതിയോ? വയ്യേ. അത് മതി. മതി. നല്ലപോലെ ഒന്ന് നിരത്തിക്ക് വേണമല്ലോ. ഇട്ടതിന് തന്നെ ഒരു ഭംഗിയുണ്ടല്ലേ? ഭംഗി കുറവാണ്. ഇത് അടച്ചു.
ഒരു 10 മിനിറ്റ് ഒന്ന് വേവട്ടെ നല്ലപോലെ. 10 മിനിറ്റ്. ആ 10 മിനിറ്റ്. എന്നിട്ട് നമുക്ക് എടുക്കാം. ഷിനോയ്, ഇതിലിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെന്തു വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു തീ ഓഫാക്കിയിട്ടേ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്. ചൂട് പ്രശ്നം വേണ്ട. ആ അങ്ങനെ ഇലയട റെഡി ആയിട്ടുണ്ട്. അത് നല്ല ചൂട്. നമുക്ക് ഇച്ചിരി സ്വല്പം തണുത്തിട്ട് കഴിക്കാം. ആവി പുഴുങ്ങിയ സാധനത്തിന് ചൂട് കൂടും. ഇച്ചിരി തണുക്കട്ടെ. സ്വല്പം തണുക്കട്ടെ. നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം. അല്ലേ? ഓക്കെ. ഉണ്ട്. അതെ. ഷിനോയ്, നമുക്കെന്നാ ഇതിൻ്റെ രുചി ഒന്ന് നോക്കാം. രുചി നോക്കാനൊന്നുമില്ല അമ്മച്ചി, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ചൂടൊക്കെ പോയല്ലേ? ചൂട് കുറഞ്ഞു. ആവി പുഴുങ്ങിയ സാധനങ്ങൾക്കേ ചൂട് കൂടും. കാരണം ഇത് മൊത്തം ചൂട് ഇതിനകത്ത് ആവാഹിച്ച് നിൽക്കുമല്ലേ. അതാണ്. നമുക്ക് തേങ്ങയും വെല്ലം എല്ലാം കൃത്യം കൈ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എല്ലായിടത്തും വെച്ചായിരുന്നു. അതെ. ആ ഗംഭീരം. കൊള്ളാം. സൂപ്പർ ഇലയട. ഇപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയതാ. അതെ. ചെറിയ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ വല്ലതും കടിച്ചോണ്ടിരിക്കാൻ ഒരു കട്ടൻ കാപ്പിയും കൂടെ തരണം. അത് തരാം. എന്നാലാണ് ഇത് സൂപ്പർ ആവുള്ളൂ. പറയുള്ളൂ. കട്ടൻ കാപ്പി തരാം. നല്ല തേങ്ങയും എല്ലാം ജീരകവും ഉലുവാടയൊക്കെ ടേസ്റ്റ് എല്ലാം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ ഒത്തിരി താമസം ഇല്ലല്ലോ. വൈകുന്നേരങ്ങളൊക്കെ ഇപ്പം മിക്ക സ്ഥലത്തും തന്നെ ഇലയട ഉണ്ടാക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. വെറുതെ നമുക്കിങ്ങനെ മഴയുടെ ഒക്കെ ഒരു അന്തരീക്ഷത്തില് ചൂടോടൊക്കെ ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാൻ നല്ല പലഹാരം. അതെ. അപ്പം അടിപൊളി ഇലയടയാണ്. അമ്മച്ചിയുടെ ആ പറഞ്ഞ റെസിപ്പി തന്നെ അതെ എല്ലാവരും ഒന്ന് നോക്കുക, കഴിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ.